എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത് രണ്ട് സാക്ഷ്യങ്ങളാണ്. ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷ്യ വിചാരണ ചെയ്യണത് ഒരു റിനി ടോം, കോതമംഗലം, അതുപോലെ തന്നെ നിഷ തോമസ്, നിലമ്പൂര്. ആഴ്ചയിൽ കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ, കാറ്റഗോറിക്കലി നല്ല ഡെൻസിറ്റിയുള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം. എന്താ ഈ നിഷ തോമസും അവരുടെ പ്രശ്നം, ഈ രണ്ട് കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളതാണ്. കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ, നമുക്ക് ജോലി, ഇപ്പം നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം കഴിഞ്ഞു, നമുക്ക് ജോലിയൊന്നും ആയില്ല, നമ്മൾ പെട്ടെന്ന് 10-29 വയസ്സായി, നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കൂടി, നമുക്ക് ജോലി കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35 വയസ്സാകുന്നു, നമുക്ക് കരിയർ ഗ്യാപ്പായി പോകും. പിന്നെ നമ്മൾ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല. ദിസ് ഈസ് നോട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും. കരിയർ ഗ്യാപ്പ്, അതുപോലെ എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം. അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഗ്രേറ്റ് തിങ് എന്ന് വെച്ചാൽ. എപ്പോഴും അത് ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി, ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കും. അത് അവർ പെട്ടെന്ന് ചോദിക്കത്തില്ല. ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും, ഈ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ പോയില്ലേ, എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി. അപ്പോൾ നിങ്ങൾ അയോഗ്യരായി. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ്. അതാണ് പ്രശ്നം, മെറിറ്റ് പോവുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രൂപമുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കാലങ്ങളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ ക്യാൻ വി കൺഫ്രണ്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ദൈവം അതിനെ കണ്ടത്, വിഷയങ്ങളെ കണ്ടത് എന്താണ്, ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ്, മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ, ഇപ്പോൾ നിഷ തോമസിൻ്റെ നിലമ്പൂരിൻ്റെ സാക്ഷ്യം എന്താണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന്. എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്, ചില പഠിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ്, എനിക്ക് മെറിറ്റില്ലെന്നായി പറയണത്, എനിക്ക് മെറിറ്റില്ല. ഒക്കെ എന്നാ ചെയ്യേണ്ടത്, അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ളത് പണ്ട് പോലെ. അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റില്ലെങ്കിലും ഇവളിതിന് ആഗ്രഹിക്കും ഉള്ളിൽ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മെറിറ്റില്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല, അത് സ്വകാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം, പക്ഷെ അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും. ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത്. ഈ വിശ്വാസം, ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ്.
കുറേ കേട്ട് കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിനില്ലതാനും. അതാണ് സംഭവം. നമുക്ക് വേറെ ഇല്ല. ഇപ്പം ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കണതാണ്. പക്ഷേ അത് കേട്ടത് കൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഹൃദയത്തിന് ഹൃദയം തന്നെ ഇപ്പോഴും ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു 60% ദൈവസ്നേഹം, എൻ്റെ കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം. മനസ്സിലായി? പറഞ്ഞ മനസ്സിലായി. നിങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ്. അതിനകത്ത് ദൈവസ്നേഹമില്ല, അതുപോലെ തന്നെ പ്രത്യാശയുമില്ല. വിശ്വാസമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം. പിന്നെന്താ ഉണ്ടാകണം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം. ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ഒന്ന്, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് 2-3 കോടി കടമാണെന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കുള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം, കമ്പനി വിറ്റാലും 1.5 കോടിയേ കിട്ടത്തുള്ളൂ. അത് വിൽക്കണം, വിൽക്കുന്നില്ലാത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം. ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണ് വിചാരിച്ചോ. സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്? ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും. അത് പിന്നെ അവർ പോട്ടെ, അത് അവർക്ക് വിശ്വാസമില്ല, പിന്നെ എന്നാ ചെയ്യാനാണ്? വിശ്വാസമില്ലല്ലോ അവർക്ക്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ആംബിയർ ഇല്ല. നമ്മളിപ്പോൾ വെൻറ്റിലേറ്റർ വെച്ച് കൊടുത്തു, വെൻറ്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ. വെൻറ്റിലേറ്റർ വെച്ച് കൃത്രിമമായിട്ട് ശ്വാസം ഉണ്ടാക്കാം. അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോയെങ്കിൽ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെൻറ്റിലേറ്റർ വെക്കാൻ പറ്റുമോ? ഓരോ വെൻറ്റിലേറ്ററിൻ്റെയൊക്കെ ഓരോ മണിക്കൂറിന് 700 രൂപയൊക്കെ ചോദിക്കണം ചിലയിടത്തൊക്കെ. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ്? നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം. കാര്യം ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നല്ല, ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട്. ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ്. പത്താഴം പെറ്റു, ചക്കി കുത്തി, അമ്മ വെച്ചു, ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ, അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്തു വരത്തില്ല. എന്താ കാര്യം? എല്ലാം റെഡി ടു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം കിട്ടി വരത്തില്ലേ. ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരണത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും. നമുക്ക് ബ്ലെസ്സിങ് തോന്നാമെങ്കിലും അതായത് കേഴ്സ് ഡിസ്കൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ്. അതായത് ഒരു ശാപമാണ്, പക്ഷേ അത് ബ്ലെസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്താണ്? എവറിത്തിങ് ഈസ് ഗിവൺ. ദിസ് ഈസ് ലൈഫിൽ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ്, നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ്. വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തരെ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാച് ഒഴിവാക്കുകയാണ്. അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കെട്ടി വന്നിരിക്കണ പിശാചാണ്. നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും. അവിടെ അങ്കിളുണ്ടായിരുന്നു, UK ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ ബ്രദറുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ
ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാച് അവരെ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ ആൻറ്റി സഹായിക്കും, അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ വീട് വെക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഹൈഫൈവായിട്ട് നിങ്ങൾ ജീവിക്കും, അവസാനം ചത്തുപോകും. തീർന്ന്, പരിപാടി തീർന്ന്. കാര്യം എന്താ? ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത്. നിത്യത വരെ, അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്ത് ഇങ്ങനെ കിടക്കണേ? ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത്. എന്തുകൊണ്ടാണ്? നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി, നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല, സഹായിക്കുന്നവരെ ദൈവത്തെക്കാളുപരി അമിതമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തില് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ റിയ ടോമിന്റെ സാക്ഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ എഞ്ചിനീയർ സ്റ്റുഡൻ്റാണ്, ബിടെക് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ, UK അവർക്ക് എഞ്ചിനീയറിങ്ങിന് മാസ്റ്റർ ഡിഗ്രി വേണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ സ്വപ്നം. അതാണ് എഞ്ചിനീയറിങ്ങിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികം നമ്മളിനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ, ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയുകയില്ലേ. നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം. മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങളെ കർത്താവിൻ്റെ പരിഗണനയിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇവർക്ക് പച്ചകടാതെ സൂക്ഷിച്ചത് എന്താണ്? ദൈവമായിട്ടുള്ള ടച്ചാണ്. ലാംഗ്വേജുമായിട്ട് ടച്ച് വിട്ടു പോയിട്ടുണ്ട്, കരിയറുമായിട്ട് ടച്ച് വിട്ടു പോയി, പക്ഷേ ദൈവമായിട്ട് ടച്ച് വിട്ടു പോയിട്ടില്ല. എൻ്റെ ദൈവഭയത്തിലെ ഉടമ്പടി എന്താ ചെയ്യണത്? നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നിന്നെ ഒരു വലിയ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കാൻ. കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് ഉള്ളത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാകും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക്. ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ ത്രെഡ് എന്ന് പറയത്തില്ലേ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ്. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായാപരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അല്ലെ ഇക്വേഷൻസ് എല്ലാ പേജിലും കാണും. അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയണത്. കാര്യം ബൈബിൾ ബേസിക്കായിട്ട് ഉടമ്പടി ബുക്കാണല്ലോ. മോസസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടിരുന്നത്, ബൈബിളെന്നല്ല വിളിച്ചത്. അപ്പോൾ ബൈബിള് അപ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് കോവനൻ്റാണ്, ഉടമ്പടി ബുക്കാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകൾ ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലെകളിങ്ങനെ കിടക്കും. അതിൻ്റെ അകത്ത് ഒരു വചനമാണ് നമ്മൾ 14:23 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 14:23 ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? അതിൻ്റെ സംഭവം എന്താണ്? അത് ഉടമ്പടി. അതായത് നിങ്ങൾ ഉടമ്പടി ചെയ്താലെന്നുള്ള വാക്കാണ് വരണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ, വായിച്ചോളൂ. യോഹന്നാൻ 14:23.
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്നേറ്റ് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഓക്കെ, വായിച്ചോളൂ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയേണ്ടത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എൻ്റെ ബേസിക്. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോശോധന ചെയ്യണത് എന്താണ്? കർത്താവേ, എനിക്ക് അങ്ങയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കാര്യം ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ. ഇതൊരു ബേസിക് പ്രെയറാണ്. എന്താ കാര്യം? എന്താ സംഭവിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം? എൻ്റെ ഇഫക്റ്റ് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കും. എന്നുവെച്ചാൽ അവൻ പറയണ പോലെ ചെയ്യും. അതാണ് സംഭവം. മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ആ യോഹന്നാൻ 2:5 അതേ ഉടമ്പടി ഫോർമുല തന്നെയാണ് 14:23 വരണത്. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്ക് ഉണ്ടാണ്. ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത്. കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി ആശ്രയിച്ച് അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ 90 ദിവസം ഉള്ളെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ്? ബേരിദ് എന്നാണ്. ബേരിദ്, നോട്ട് കരാർ. കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന, മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ്, സമ്മതങ്ങൾക്കാണ്, പരസ്പര സമ്മതത്തിനാണ് കരാറെന്ന് പറയുന്നത്. അത് അറബിക് ടേമാണ്. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹീബ്രു ടേമാണ്. ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബേരിദ് എന്നാണ്. ബേരിദ് മീൻസ് റിലേഷൻ. നിങ്ങൾ ദൈവവുമായിട്ടൊരു റിലേഷനിൽ വരികയാണ്. 90 ദിവസത്തേക്കാണ് ആ റിലേഷൻ. ആണോ? നിങ്ങൾ പറയാം, ആണോ? അല്ല. ഒരു അനുഷ്ഠാനക്രമം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അത് ആ അനുഷ്ഠാനക്രമം അവസാനിപ്പിക്കാം. പക്ഷേ റിലേഷൻ പോകത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കരുതൽ, ഒരു നിത്യത വരെയുള്ള റിലേഷന് ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയണം, മരിയൻ ഉടമ്പടി. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഒന്നൊരു വായിച്ച വചനങ്ങൾ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്ന് ഏറ്റുപറഞ്ഞ സ്വരത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതിന്റെ ഇഫക്റ്റ് എന്താണ്? വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വചനം പാലിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണം? വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. കാര്യം മാറി. മനസ്സിലായില്ലേ? വിഷയം മാറി. ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവസ്ഥ അല്ല ഇപ്പോൾ വരാൻ പോണത്. എന്താണ്? എൻ്റെ പിതാവ് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ്? എൻ്റെ പിതാവ്. വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഏറ്റു പറഞ്ഞേ. ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന്. കണ്ടില്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞേ. ഞങ്ങൾ അവന്റെ. ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മാ കൂടിയായി. ഉടമ്പടി പോണ പോക്കുണ്ടില്ലേ? വെട്ടിച്ചെല്ല് പോലെ കയറിപ്പോവുകയാണ്. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം പറഞ്ഞാൽ കണ്ട നിങ്ങൾ ചെയ്തത്രേ. പക്ഷെ അത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാമല്ലോ എന്താണ്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. പറഞ്ഞേ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഞങ്ങൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ത്രിത്വൈക ദൈവം, ഏകദൈവം. അതായത് ത്രിത്വൈക ദൈവം വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും.
വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കലൊന്നും നടക്കത്തില്ല, അറിയാമല്ലോ. ചിലർ എഴുതിയെന്ന് പറയും, ചിലർ ചെല്ലിയെന്നൊക്കെ പറയും. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി, മനസ്സിലായില്ലേ? ചിലർ പറയും ഞാൻ 1000 തവണ ബൈബിൾ എഴുതി, ചിലർ പറയും ഞാൻ 500 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി. ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യ വേർഷൻസാണ്, ഞാനതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നും അല്ല. ബേസിക്കായിട്ട് അത് ചെയ്യണതാണ്. ചൊല്ലണ പ്രാർത്ഥനയല്ല, എഴുതണ പ്രാർത്ഥനയല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കും. എന്താ? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും, അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? തിരുത്തേകതയും അതാണ്. അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളിൽ വാസം ഉറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കണ്ടു ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം കാണുന്ന അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന ഒന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രുതികടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10 ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? Ephesians 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണതെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:10 വായിച്ചമോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ്. ഏറ്റു പറഞ്ഞേ, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ?
അല്ലേ? ഇപ്പോൾ റിയ ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയ ടോം പറയണതേ, എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. എന്നുവെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്തിനാ പറയുന്നത്, എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്, ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീ ഈസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ് 18. അതായത് 18 അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയെ, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയിട്ടിച്ച് കർത്താവിനെ ഈ പ്രോസസ്സ് നടക്കണം. മനസ്സിലായില്ല? നിങ്ങൾ ഉടമ്പടി എടുത്തു 5 പുതുക്കി 3 പുതുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ പ്രോസസ്സ് നടക്കണം. എന്താണ്? എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും. ബേസിക് ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം, നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല. ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മളെ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ അത്രയും അതുകൊണ്ട് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞ വേറെ വാക്കാണ് പറഞ്ഞത്. ഇപ്പം ഈശോ എന്നാ പറയണത്, നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 14:10 വരുമ്പോൾ പറയും, അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈശോ പറയും. അങ്ങനെ ഉടമ്പടി ചെയ്തത് കൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കണം. അതുകൊണ്ട് ഞാനല്ല ഈ പ്രവർത്തിക്കണം. കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, വെള്ളം വീഞ്ഞാകുന്നുണ്ട്, പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കൈയിട്ടിച്ച് കർത്താവിനോട് പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നണുണ്ടോ? തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി ആയിട്ടില്ല. ഇപ്പം ചില പറയില്ലേ, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ, പക്ഷേ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ, ആക്ടിവേഷൻ ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷനായാൽ നമുക്കറിയാൻ പറ്റും എന്താണ്, നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് അങ്ങനെയാണ്. എന്താണ്? വല്ലാത്തൊരു ദൈവസ്നേഹം ഫീൽ ചെയ്യും. ദൈവസ്നേഹം ഫീൽ ചെയ്യുക തന്നെയല്ല, നമ്മൾ വേറെ ഒരു ലോകത്തേക്കാരും ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണത്. അപ്പോഴെന്നാ സംഭവിക്കണമെന്നത് ഇതിന് നിഷ തോമസ് പറയുന്നുണ്ടേ, എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ്. ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പുണ്ട്. കരിയർ ഗ്യാപ്പ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. മെറിറ്റ് ഒരു മെറിറ്റും ഇല്ല, 0 മെറിറ്റ് അടിക്കുക. 0 മെറിറ്റാണ് ഉള്ളത് ഈ നിഷ തോമസിന്. എന്താണ്? എഡ്യൂക്കേഷൻ ഗ്യാപ്പ്. പഠിച്ചിട്ട് കുറേ നാളായി,
അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബാക്കാണ്. പ്രൊമട്ടറി, സൗദിയുടെ പ്രൊമട്ടറി അല്ലേ എഴുതുന്നത്. ഏജൻറ്റ് കയറ്റി വിട്ടിരിക്കുകയാണ് കക്ഷിയെ. എന്താണ്? പരീക്ഷ ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. അതാണ് ക്ലിപ്പായി പോയത്. ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് സൗദിയിൽ. ഇതിന് പരീക്ഷ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും. ജോലി കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോവും. അയാൾ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, ക്ലിയർ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ടർ എഴുതേണ്ടി വരുമെന്ന് പറയും. ഇവളങ്ങോട്ട് ഇരുന്ന് പേർത്ത് പോവാൾ. കാര്യം അവർ ചിന്തിച്ചില്ലല്ല, ആലോചിച്ചില്ലല്ല. 10 കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല. 10 കൊല്ലമായി. 10 കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട്. ഇനി ഇതെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി തിരിച്ച് ഏജൻറ്റ് കാശ് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്ക് തിരിച്ചു പോരേണ്ടി വരിക. അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്യണത്? ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം അത് പാലിക്കും. ഇവളുടെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട്, എന്താണ്? നീ പ്രൊമോട്ടർ എഴുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാമെന്നു. അതാണ് വിഷയം. ഇവർക്ക് ടച്ചില്ലല്ലോ. അവിടെ എന്നെ പറയും, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ്, ഇപ്പോൾ 10 കൊല്ലം പഠിച്ചിട്ട് ഇത് എഴുതണമെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത്. ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ട്രാപ്പിൽ നിന്ന് ഇവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും, നീ ഇതിനെ കവർ ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിയ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗാണ്. ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ്? അതല്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മെറിറ്റോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും. എന്താണ്? എനിക്കതിനുള്ള മെറിറ്റില്ല. അവരുടെ മെറിറ്റിൻ്റെ പ്രശ്നമാണ്, യോഗ്യതയാണ്. എന്താണ്? ഞാൻ പുരുഷനെ, ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷനെ അറിയണ്ടേ? അതിലെൻ്റെ മെറിറ്റെന്ന് പറയണത്. ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും. ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ്. അമ്മ കറക്റ്റ് കാര്യം പറഞ്ഞു. 10-16 വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. കാരണം 16 വയസ്സിന് 64 വയസ്സിൻ്റെ വായിലാണ് ഇവർ സംസാരിക്കണത്. എന്നാ സംസാരിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല. ഇപ്പം ഇവരുടെയും അവസ്ഥ തന്നെയല്ലേ, നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ. 10 കൊല്ലമായിട്ടൊക്കെ ടച്ചില്ല. പിന്നെ ഞാനിതെങ്ങനെ പ്രൊമോട്ടർ എഴുതണത്? ഇതെങ്ങനെ സംഭവിക്കും? എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ വാക്കിലല്ല അവസാനിക്കണത്. ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റില്ല എന്നാണ് എൻ്റെ അത് ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയണത്. ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത്? അപ്പോൾ പരിശുദ്ധാത്മാവ് മാലാഖ പറയും, അത് ശരിയാണ്, നിനക്ക് മെറിറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മെറിറ്റിലല്ലല്ലോ, മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത്. അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത്? പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും. 1:30 വായിച്ച് ശ്രുതിക്കട്ടെ. ലൂക്കാ 1:35 തൊട്ട് വായിക്കുക. ശ്രുതിക്കട്ടെ. മറിയം ദൂതനോട് പറഞ്ഞു, ഏറ്റു പറഞ്ഞ മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കണ്ട, എങ്ങനെ സംഭവിക്കും? അറിയുന്നില്ലല്ലോ, ഇല്ലല്ലോ. എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റാണ് അടുത്ത വിഷയം. ഓരോ വിഷയത്തിൻ്റെ അകത്തും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത. എങ്ങനെ നടക്കും? 2 കോടി കടമുണ്ടല്ലോ, എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം വീട്ടാൻ, എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ. അതാണ് സാധനം. അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവത്തിരുസന്നിധി വെക്കുന്നത് അമ്മയാണ്. ഇപ്പോൾ നമ്മൾ പറയും, എനിക്ക് 2 കോടി കടമുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് കടം അടക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് 1:34 പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെറിറ്റെന്ന് പറയുമ്പോൾ നമുക്കറിയാം,
ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെറിറ്റാണ്. അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയും, അച്ഛാ വീടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. വീടില്ലെന്ന് പറയും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. എന്താ കാര്യം എന്നറിയും, ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇനി ഇവർക്ക് ദൈവം ഒന്നേന്നും പറഞ്ഞ് എല്ലാം ചെയ്യണം. ഇവർ വൃത്തിയും വിനയമുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, ഇതുമായിട്ടേ പോകത്തുള്ളൂ, ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് 90 ദിവസത്തിനുള്ളിൽ സാധനം അസൈൻഡ് ആവും. കാര്യം ഒന്നും ഇല്ലായ്മയാണില്ല നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആദ്യ രൂപം എന്ന് പറയണത്. അതായത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റിത്തുളിച്ച് കാണും, നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ അങ്കിളുണ്ട്, ഇവിടെ ആൻറ്റി ഉണ്ട്, അവിടെ കൊച്ചാപ്പനുണ്ട്, അവിടെ വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ മക്കളുണ്ട്, കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അവസാനം കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ജീവിക്കണം. ദൈവം മാത്രം ആണ് ഉള്ളത്. ഇവരൊക്കെ ഉണ്ടാകാം, ദൈവം തന്നതല്ലേ. ദൈവം തന്നതല്ലേ. അങ്കിളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആര് തന്നാണ്? ദൈവം തന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത്? നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ ചെയ്യണത്? അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ്. എന്താണ്? ഒന്ന് വായിച്ചോ. 1:44 ലൂക്ക 1:34 വായിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? ഏറ്റു പറഞ്ഞേ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. ഇത്ര ക്ലിയർ ആയില്ലേ? അപ്പം മെറിറ്റ് ഇല്ലെന്നുള്ള അമ്മ പറഞ്ഞല്ലോ, ഇല്ലേ? ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം ഉടമ്പടിയിലേക്ക് അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ്. ഇനി ഉടമ്പടിയിലോട്ട് അങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ആദ്യം അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും, നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൻ അടുത്ത വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണപ്പ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാ 1:35 വന്നത്. അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പ്രായം കൂടിപ്പോയി, പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ ഇല്ലായ്മ വരികയില്ലേ. ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിയിരിക്കും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. കൈയടിച്ച് കർത്താനോട്. മെറിറ്റിലെ ഇത് യോഗ്യതയിലെ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദൈവരഹസ്യം വെളിപ്പെടും. എന്താ പറയണത്? പരിശുദ്ധാത്മാവ്. ലൂക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ, നിന്റെ മേൽ വരും. ഇനി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോഴേ ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശക്തിയാണ് ലഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പവറില്ല, നമുക്ക് അതിനുള്ള കലിബറില്ല, കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ബദൽ തരണത് എന്താണ്? പവർ ഓഫ് ഗോഡാണ്, എംപവർ. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഇപ്പോൾ IELTS കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് നിർത്തിയില്ല. ഇവിടെ MOH, ഹാദ്, പ്രോമട്രി, BTech, PSC എല്ലാ പിള്ളേരെയും ഇവിടെ വിളിച്ച് നിർത്തും. എല്ലാ ദിവസവും വരുന്നവരെയൊക്കെ വിളിച്ച് നിർത്തും. പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരെ. ഞാൻ അവർക്ക് ആദ്യം ഒരു ആശീർവാദം കൊടുക്കും. വെഞ്ചരിച്ചത്, പ്രത്യേകിച്ച് വെഞ്ചരിച്ചത് എന്നുവെച്ചാൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എന്തെങ്കിലും ആശീർവാദം തരണമെന്നറിയാവോ? ഐ ആം ഗോയിങ് ടു സെറ്റ് യുവർ സ്റ്റഡീസ് ടു ദി പ്രെയർ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പഠനങ്ങളെ ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കും. വെൻ യു യൂസ് ദിസ് മെഡൽ യു ജസ്റ്റ് റിസെറ്റ് ദ ക്രേദോ. എന്താണ്? നിങ്ങൾ ഈ മെഡൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം ചൊല്ലണം. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഒത്തിരിയേറെ അനുഭവം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ആ ഉടമ്പടി സാക്ഷ്യം. ഇപ്പോൾ മേഴ്സി ദേവസ്യ, അതുപോലെ തന്നെ ഷെറിൻ ആലപ്പുഴ, ഇവരെല്ലാം ഉടമ്പടി
ഈ തൈലം ഉദരത്തിൽ തേച്ച് സിസ്റ്റ് മാഞ്ഞു പോയ സാക്ഷ്യം കാണുന്നില്ല. പക്ഷെ ഞാൻ ഈ നേർച്ച വസ്തുക്കളെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നുകൊണ്ട് ഇങ്ങനെ പറയണം, അല്ലാതെ ബേസിക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കളെ ഇങ്ങനെ പൊലിപ്പിച്ചിരിക്കാൻ പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പറയാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്നവന് ചിലപ്പോൾ അതൊരു പ്രൊമോഷനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. പക്ഷേ ഞാൻ പറയാച്ചാൽ നിങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ XY എന്ത് ഉപയോഗിച്ചാലും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഉപയോഗിക്കേണ്ട രീതികൾ, അതിൻ്റെ അകത്ത് പവർ ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതികളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉടമ്പടിയിലെ ഓരോ വിഷയവും, ഉടമ്പടി തൈലമായാലും ഉടമ്പടി ഉപ്പായാലും, ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് 12 തരം മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും സാരസംഗ്രഹിച്ചുകൊണ്ടുള്ള 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കണം. ഇത് വെഞ്ചരിക്കുമ്പോൾ പക്ഷേ ഇത് പ്രയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എന്താ കാര്യം? എല്ലാ പ്രയോഗവിധികളും ഒറ്റ ഫോർമുല വർക്ക് ചെയ്യണത്. എല്ലാ പ്രയോഗവിധികളും ചുമ്മാ നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല. എല്ലാ പ്രയോഗവിധികളും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെന്താണ്? ദൈവം അവന് മരിച്ചവൾ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് ഇത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ നേർച്ച വസ്തുക്കളിൽ തൊടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കരടകത്ത് കടുകിടണ പോലെ ഇരിക്കും. നമുക്ക് പൊട്ടിയൊന്നും കെട്ടാൽ മതിയില്ല. മനസ്സിലായില്ലേ? കരടകത്ത് നമ്മൾ എന്താ വറയിടുമ്പോൾ കടുകിടത്തില്ലേ? അപ്പോൾ അതൊന്ന് പൊട്ടിയത് കെട്ടാൽ മതി അല്ലേ? അത്രയും മതി. പക്ഷേ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം അങ്ങനെയല്ല. നേർച്ച വസ്തുക്കളാകുമ്പോൾ കടുക് നമ്മുടെ ആത്മാവിൽ പൊട്ടണം. ആദ്യം എന്താ സംഭവം ചെയ്യണത്? ആദ്യം യേശു കർത്താവാണെന്ന് ഒന്ന് വായിച്ചാൽ മോളെ 10:9. അത് കറക്റ്റ് വചനമാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. കറക്റ്റ് വചനം വെച്ചാൽ ഇതിൻ്റെ വചനമാണ്, ഉടമ്പടി പ്രയോഗത്തിൻ്റെ വചനമാണ്. റോമ 10:9 വായിച്ചോളൂ. ആകയാൽ ഒന്ന് പറഞ്ഞ്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തി പ്രാപിക്കണത് എന്താണ്? രക്ഷയാണ്. പക്ഷേ രക്ഷ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. മനസ്സിലായ ഐഡിയ? ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കണം. അതായത് നമ്മളെന്താ ചെയ്യണത്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. റോമ 10:9 അനുസരിച്ചുണ്ട്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ വ്യക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ലൂക്ക 2:30 ഈശോയെ കയ്യിലെടുത്തപ്പോഴല്ലേ സമയം പറയണത്. എന്താ പറയണത്? ലൂക്ക 2:30 എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാ ആൾക്കാരും സാക്ഷ്യം പറയേണ്ട കാര്യം ഇതാണ്. അതായത് റൈറ്റായിട്ട് ആർക്കാണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണത്? അവൻ്റെ വിഷയം കത്തും. അത് XY നോൺ ബാപ്റ്റിസ്റ്റ് ഓർ നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫോർമുല കീപ്പ് ചെയ്തു പോകാൻ പറ്റണത്? ഫോർമുല ഇതാണ്. എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. പക്ഷേ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താണ് എൻ്റെ അകത്ത് യേശുവിനെ കർത്താവാക്കുന്നത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പൊ തൊലിപ്പുറത്തുള്ള വിശ്വാസമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണത്? അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ദൈവമേ, നിന്റെ വിഷയം എന്താണ്? കടമാണോ? ക്യാൻസറാണോ? മരണമല്ലല്ലോ. മരണത്തെ ജയിച്ചവനാണ് നിന്റെ കർത്താവ്. കൈയിടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛൻ എന്താ പറഞ്ഞത്? രക്ഷ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ
ശിമയോൻ ഈശോനെ കയ്യിലെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി, ലൂക്കാ 2:30, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, പറഞ്ഞേ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷ ആരാണ്? ഒരു വ്യക്തിയാണ്. ഇനി ഈ വ്യക്തിയെ നമ്മൾ ഉടമ്പടി പ്രകാരം സ്നേഹിക്കുമ്പോൾ, മനസ്സിലായില്ലേ? വ്യക്തിയെ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത്? അതാണ് അത്. യോഹന്നാൻ 14:23 പിന്നെ വരണത്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായില്ലേ? അതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, അവൻ പറയണ പോലെ ചെയ്താൽ എന്താണ്? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രക്ഷ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? എന്താ ചെയ്യണത്? അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യണമെങ്കിലേ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താലും, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ബാക്കാണെന്ന് അവൾ പറഞ്ഞില്ലേ? എത്രയോ പേര് നമ്മൾ പറയും എനിക്ക് ഒരു കമ്പനി സ്റ്റഡി തരുവാന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ എനിക്കില്ലേ, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കണം, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ പറ്റാത്തവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അത് ശവം അടക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിടണത്? നമ്മൾ ശവം അടക്കാൻ നേരത്ത് നമ്മൾ ഒരു പിടി മണ്ണ് വാരി ഇടത്തില്ലേ കുഴിയിലേട്ട്? അതെന്തിനങ്ങനെ ഇടണത്? അതായത് മരിച്ചവരെ അടക്കുക എന്നുള്ളതൊരു പുണ്യമാണ്. പഴയ നിയമത്തിലുള്ള പുണ്യമാണ്, പഴയ പുണ്യമാണത്. അല്ല നിങ്ങൾ ബന്ധം പിരിക്കണത് ആന കൂനെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നാട്ടു വർത്താനമാണ്. അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. ഇതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെ പുസ്തകമാണ്. മരിച്ചവരെ അടക്കണത് ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്ന കാലത്ത് പോലും തോബിയാസ് മരിച്ചവനെ അടക്കിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം അടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മൗലികമായ ഭരണഘടന, മൗലിക അവകാശം തന്നെ പോലെ നമ്മുടെ ജന്മത്തിൽ ദൈവം തന്നൊരു അവകാശം, ഇത് കടമയാണ്. എന്താണ്? മരിച്ചവരെ അടക്കുക. അതുകൊണ്ട് നമ്മൾ അടക്കത്തിനൊക്കെ പോണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ദൈവം ഏൽപ്പിച്ച മൗലികമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യണത്. ഈ മൗലിക ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ക്ലിയർ അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. മൗലിക ഉത്തരവാദിത്വമാണ്. ഈ മൗലിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഉടമ്പടി നിങ്ങളോട് പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ വി മസ്റ്റ് ഡു ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തല്ല, ഇനിയിപ്പോൾ ഈ കുന്തവും ചെയ്യണമായിരിക്കും, കൊടുത്തേക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അളിഞ്ഞ മോന്തയും കൂടി വാരി വലിച്ച് ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? 14:23 വേണം. അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് 14:23 സിങ്ക് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്താൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വി വിൽ ബി എംപവേർഡ്. അപ്പോൾ നമ്മുടെ പവർ പോയി, നമ്മുടെ പഴയ നിസ്സഹായ അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞ കേട്ടില്ലേ? നിഷ തോമസ് എന്താ പറയണത്? ഞാൻ ഇംഗ്ലീഷിൽ ബാക്കായിരുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് പഠിച്ചിട്ടില്ല, 10 കൊല്ലമായിട്ട് ജോലിയും ചെയ്തിട്ടില്ല. പക്ഷേ പോമട്രി ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. ചില ആൾക്കാർക്ക് യുക്തിവാദികളെ ചോദിക്കുവേ, പിന്നെ മാതാവ് പരീക്ഷ ഹോളിൽ വന്നിട്ട് പറഞ്ഞു തരണമെന്ന്. ബിബിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ അല്പസമയം കഴിയുമ്പോൾ തന്നെ വേറെ സാക്ഷ്യം വന്നില്ലേ? ബിബിനും പറഞ്ഞ എന്താണ്? ബിടെക്കിൻ്റെ 24ാമത്തെ പേപ്പർ 24 സപ്ലി എഴുതുകയാണ്. പക്ഷേ എന്താ ചെയ്യണത്? കോട്ടയം ബേക്കറി സ്റ്റേഷനിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചവരെ ഈ കൃപാസനം പത്രം എല്ലാം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾ നടത്തിയപ്പോൾ തന്നെ പരീക്ഷകളിലോട്ട് കയറണത്. പറഞ്ഞ് പേപ്പർ ഇടപ്പം ഞെട്ടിപ്പോവും. പറയും ഞാൻ എഴുതത്തില്ലെന്ന് പറയും. അമ്മ ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അപ്പം നീ എഴുതാൻ പറയും. പിന്നെ ഡിക്റ്റേഷൻ തുടങ്ങും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട് ഇതൊക്കെ. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാണ്, ഇത് മിറക്കിലാണ് വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ പിറ്റേ ആഴ്ച നിഷ തോമസ് വന്ന് സാക്ഷ്യം പറഞ്ഞു, 10 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് ടച്ചില്ല. പക്ഷേ ഞാൻ പുറമേട്ട് കയറിയതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, അതിന് ശേഷവും ഞാൻ സംസാരിച്ചിട്ടില്ല. അമ്മയാണ് എന്നോട് സംസാരിച്ചത്. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ.
കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, കൈവീശിക്കൊണ്ട് ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ നിന്റെ തിരുമുഖമാർന്ന് വലതുകരം അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ നിന്റെ തിരുമുഖമാർന്ന് വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ തിരുരക്തം, കർത്താവേ നിന്റെ തിരുരക്തം, കർത്താവേ നിന്റെ തിരുരക്തം ഇപ്പോഴൊഴുക്കണമേ, ഇപ്പോഴൊഴുക്കണമേ, ഇപ്പോഴൊഴുക്കണമേ. എല്ലാ മക്കളിലേക്കും ഒഴുക്കണമേ. മഴ പെയ്യും പോലെ പെയ്യട്ടെ, മഴ പെയ്യും പോലെ പെയ്യട്ടെ. കർത്താവിന്റെ രക്തത്താൽ കുളിപ്പിക്കപ്പെടട്ടെ, കർത്താവിന്റെ രക്തത്താൽ കുളിപ്പിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തീരാവേദികളെ, യേശുവിന്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങളെ, യേശുവിന്റെ മനോവിഷമങ്ങളെ, യേശു നിരാശകളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ദൈവിക വെളിപാടുണ്ടായി അല്ലേ? എന്താ പറഞ്ഞത്? ഒന്ന്, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. അതാണ് സംഭവം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. പതയാൻ തുടങ്ങിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവസ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ, കാരണം ദൈവസ്നേഹം തുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാതെ ഈ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ദൈവസ്നേഹ പ്രവർത്തനമാണ്. കർത്താവിനോട് സ്നേഹം ഉണ്ടാകാതെ എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമ നോട്ടീസ് കൊടുക്കുന്നവരായി പോകത്തില്ലേ? ഇതെല്ലാം ദൈവസ്നേഹത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യുമ്പോൾ ബൈ ഇഫക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? എന്താ ചെയ്യണത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു അല്ലേ? ദൈവം ഉള്ളിൽ വസിക്കുമ്പോഴേ. ഇപ്പം ലൂക്ക 1:49 വായിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോഴേ ദൈവം ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? ദൈവം ആരാണ്? ശക്തനായവനാണ് അല്ലേ? അല്ലേ? ദൈവം, അതായത് നമ്മളുടെ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ മെറിറ്റോറിയസ് ആകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കണത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് മറുപടി പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. കൈയടിച്ച് കർത്താവ്. ഈ രണ്ട് വശത്തും ഒരു വചനം വന്നിട്ടുണ്ട് കേട്ടോ, കോമൺ വേർഡ് അല്ലേ? എന്തേ? ലൂക്ക 1:35 എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുപടി എന്താണ് ദൈവത്തിൻ്റെ? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഗ്രേസ് വരുന്നതായി പറയണത്. പരിശുദ്ധാത്മാവ് വരപ്രസാദം എന്താണെന്നാണ് പറയണത്? വരപ്രസാദം എങ്ങനെയിരിക്കും? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ് വരപ്രസാദം. കൈയിടിച്ച് ചേർത്ത്. അപ്പോൾ യോഗ്യതയിലൊരു വിഷയം നമുക്ക് മിസ്സായാൽ അത് എന്നേക്കാട് മിസ്സായെന്ന് വിശ്വാസം പറയത്തില്ല. എന്താ കാര്യം? നിങ്ങളുടെ യോഗ്യതയിൽ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങൾ അതിൻ്റെ പേര് ഡെസ്പാകേണ്ട കാര്യമില്ല. ഡോക്ടർ പറയും നിങ്ങളോട്, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അണ്ടമൊന്നും ഇല്ലല്ലോ, അണ്ട ഉൽപ്പാദിപ്പിക്കണേ ഇല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ ബീജത്തിന് കൗണ്ടുമില്ല, അതിന് ഓട്ടവും ഇല്ല. ഇങ്ങനെ കുറേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ പറയണത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്രേസ്. മനസ്സിലായില്ലേ?
കാര്യം പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ഇപ്പോൾ വൈദ്യശാസ്ത്രം നമ്മൾ പറഞ്ഞ എന്താണ്? മെറിറ്റില്ലെന്നേ പറയുന്നുള്ളൂ. ഗ്രേസ് അവരുടെ സബ്ജക്റ്റ് അല്ല, ഗ്രേസ് ആണ് നീ എടുത്ത ഉടമ്പടിയുടെ സബ്ജക്റ്റ്. നമ്മൾ ലൂക്ക 1:35 1:49 സെയിം വേർഡാണ് റെക്കർ ചെയ്യണം. എന്താണ്? ഒന്നിൽ പറയുന്നു ഗ്രേസിന് പകരം എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയും, അല്ലേ? ലുക്ക. എന്നിട്ട് ഈ ശക്തിയാണ് അമ്മയിൽ വരുമ്പോഴാണ് അമ്മ മെറിറ്റില്ലാതെ പുരുഷനെ അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആകണത്. ഈ ശക്തി തന്നെയാണ് നിന്നെ എൻഗ്രേസ് ചെയ്യണത്. എൻഗ്രേസിങ് എംപവറിങ് സെയിം ആണെന്നാണ് ഇപ്പോഴും പറയണത്. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വെളിപാടിൽ എന്താ പറയണത്? എൻഗ്രേസിങ് ആൻഡ് എംപവറിങ് സെയിം ആണ്. അതായത് വരപ്രസാദം കൊണ്ട് നിറക്കണതും നിൻ്റെ ശക്തി കൊണ്ട് നിറക്കണതും സെയിം, വൺ ആൻഡ് സെയിം പ്രോസസ്സാണത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പാലിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യും. അതിന് ഈശോ എന്താ പറഞ്ഞത്? അങ്ങനെ ദൈവം വന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. എൻ്റെ പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. അപ്പോൾ നമ്മളല്ല ചെയ്യണത്, കർത്താവാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മുടെ ശക്തി പോയാൽ ഇത് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ സംഭവം ചെയ്തെടുക്കാൻ ബൈബിൾ നൽകുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ കവനൻ്റ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ, നമുക്ക് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജോമാരൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങും, ചില ആൾക്കാർ ചില ശ്രദ്ധിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെല്ലിയാണ് അതിൻ്റെ ഉള്ള ഫലം കൂടി കളയണത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലും ശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മത വേണം. എന്നുവെച്ചാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമാണ് നിറയണത്. ദൈവസ്നേഹം നിറയുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കണ പോലെ ദൈവസ്നേഹം നിറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് തോന്നും, ലൈറ്റായിട്ട് തോന്നും. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയണത് സംഭവങ്ങളെ ലൈറ്റാക്കുന്നതാണ്. ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നും. വെയിറ്റ് ആൻഡ് ലൈറ്റ് ഇത് രണ്ട് എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ 10-30 പത്രം കാണുമ്പോൾ ഇനി ഇത് ഏത് പള്ളിയിൽ കൊണ്ടേ കൊടുക്കാനാണ്? നാട്ടിൽ കൊണ്ടേ കൊടുക്കണം, പള്ളിയിൽ കൊണ്ടേ കൊടുക്കണം. പള്ളിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാകില്ല, അപ്പോൾ കാണത്തില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം വന്നില്ലേ? കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്? ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാനെങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണമെന്ന് ചോദിച്ചില്ലേ ഒരാൾ? ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാനെങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ വരും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഭാരം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല ആ മേഖല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ഉടമ്പടിയുടെ ആ കാര്യങ്ങൾ പാലിക്കണമല്ലോ, അല്ലേ? ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ട, ഞാൻ കൂടെ കൊടുത്തേക്കാം. പത്രം നീ അമ്മ പള്ളിയിൽ പോകണ്ട, അമ്മ ഒരു പത്രം കൊടുത്തേക്ക്, പത്രം ഞാൻ കൊടുത്തേക്കാം, അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് ഈ സംഭവം 10 പത്രം പോലും കൊടുക്കണം നിനക്ക് ഭാരമാണ്, വെയിറ്റാണ് നിനക്ക് ഭാരം. ദാറ്റ് മീൻസ് ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. ദൈവസ്നേഹം നിറഞ്ഞാൽ 10 പകരം 300 പത്രം നീ വാങ്ങിച്ചുകൊണ്ട് ഈസി ആയിട്ട് കൊടുക്കും, ലൈറ്റാവും. അപ്പം നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞോ ഇല്ലയോ എന്നറിയണത് ലൈറ്റാണോ വെയിറ്റാണോ എന്നറിഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യം, ഇപ്പോൾ രോഗിയെ പോയി കാണണം, അയ്യോ ഏത് രോഗിയാണ് കാണുന്നത്? എന്നാൽ പിന്നെ ഇളയമ്മയെ പോയി കണ്ടേക്കാം. അമ്മ ഇളയമ്മ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടാ? അതെന്താ ആശുപത്രിയിൽ നിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു 3-4 വണ്ടി കയറി അല്ലെങ്കിൽ പോകണം. വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് അതാണ് ചോദിക്കണം, അമ്മ ഇപ്പോൾ ഇളയമ്മ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഇളയമ്മയെ കണ്ടുകൊണ്ട് ഉടമ്പടി ശരിയാകത്തില്ലേ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന്. ദൈവം തരത്തില്ല പ്രതിഫലം, അവർ വല്ലതും തരും, ചിരിച്ച് കാണിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മുന്തിരിയും ഓറഞ്ചും കൊണ്ടില്ലുമ്പോഴേ നിങ്ങളൊന്ന് ഇളിച്ച് കാണിക്കും, അവർ ചിരിച്ച് കാണിക്കാം, ചാപ്റ്റർ ക്ലോസ്. നിങ്ങളുടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് തീർന്നു. അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിനെന്താണ് അവകാശം? കർത്താവിൻ്റെ പ്രതിഫലം കിട്ടത്തതെന്നാണ് പറയണത്, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ബന്ധവും സ്വന്തവും അല്ല, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാ ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണെന്ന് കണ്ട്, ഞാനും രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഓരോ വിഷയം അല്ല. ആരും ഇങ്ങനെ ഈ എളുപ്പ വഴി ക്രിയ ചെയ്യാൻ പോകണ്ട, ഒരു വഴിയും നടക്കത്തില്ല. ആ ഇട്ട അരിയുടെ വെള്ളം വാങ്ങി വെച്ചാൽ മതി.
നിങ്ങൾ എളുപ്പ വഴി, അതായത് അത് നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നണില്ലേ, ആ വചനം എടുത്തോളൂ. മത്തായി 5:46. മത്തായി 5:46 എന്താ പറയണത് കേട്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒന്ന് പറഞ്ഞ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക? അപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ബന്ധുക്കളെ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ മാത്രം സ്നേഹിച്ചാൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ അവരോട് വാങ്ങിച്ചോളാൻ പറയും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, നിങ്ങളെ കൊടുക്കുന്ന ആൾക്കാർ കൊണ്ട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് അവരെയാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രതിഫലം അവരോട് മേടിച്ചോളാൻ പറയും. ദൈവമായിട്ട് അതിന് ബന്ധമില്ല. ബന്ധം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കാണണം. ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ പോലും അവസരത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരിൽ എന്നെ കാണണം, ഞാനാണെന്ന് കരുതണം. അത് മനുഷ്യന്മാർ നിങ്ങളുടെ ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് എന്നാണ് ഈശോ ആണെന്ന് കരുതാൻ കഴിയണത്, അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആകും, ഉടമ്പടി നടപടിയിലാവും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹായം വേണ്ടവരിൽ നിന്റെ മുഖം കണ്ട് കൈകൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇടയ്ക്ക് എപ്പോഴും പറയാനുള്ള സംഭവമാണ്. എന്താണ്? ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യണ സബ്ജക്റ്റാണെന്ന് പറയേ. പ്രാർത്ഥന പദ്ധതിയാണ് ഹെവി ഡ്യൂട്ടി എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അപ്പം അത് അമ്മ പറഞ്ഞത് എന്താണ്? അതാണ് അമ്മ പറഞ്ഞത്. ലുക്ക 1:49 എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഉടമ്പടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ ചെയ്യണത് ആരായിരിക്കും? നമ്മളായിരിക്കത്തില്ല. 14:10 യോഹന്നാൻ്റെ സുവിശേഷം. എൻ്റെ പിതാവ് നിങ്ങൾ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈശോ അവസാനം പറഞ്ഞ വാക്കെന്താണ്? ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറഞ്ഞത്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ലേ 12:19-32 വായിച്ച മോളെ. യോഹന്നാൻ 19:32 ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, എല്ലാം പൂർത്തിയായി, അല്ലേ? അങ്ങനെയല്ലേ ഈശോ പറഞ്ഞത്? യോഹന്നാൻ 19:30 യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. കുറേ വാക്ക് അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെയാണുള്ളത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. പക്ഷേ എന്ത് പൂർത്തിയായി? ഒന്നും പൂർത്തിയായിട്ടില്ല. ഒരുത്തനും കൂടെ നിന്ന് ഏറ്റവും റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇപ്പോൾ ഉണ്ടായിരുന്നു കൂടെ. നിൻ്റെ കൂടെ കാരാഗ്രഹത്തിൽ വരാം, ആനകൂനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ ആൾ 4 കാലേ വീണ് ഓടിയിട്ട്, ചില ആൾക്കാർ ഓട്ടോറിക്ഷ പിടിച്ചാൽ പോയിരിക്കണം. ഇപ്പോൾ കണ്ടിട്ടില്ല ഒരെണ്ണത്തിനെ. പാവപ്പെട്ട അമ്മ മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പേര് കുറച്ച് എടുത്തിമാർ, ആ അക്കൗണ്ടിൽ കുറച്ച് എടുത്തിമാർ നിൽപ്പുണ്ട്. എല്ലാവരും പോവുകയാണ്, തീർന്നേ. ഒന്നും പൂർത്തിയായില്ല. ഈ അണ്ണന്മാരെ കൊണ്ടാണ് സഭ സ്ഥാപിക്കാൻ പോണത്. വല്ലതും നടക്കുക? ഒന്നും നടക്കത്തില്ലേ? നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന് ഉറപ്പാവും. പക്ഷേ ഈശോ പറയും എല്ലാം നടക്കുമെന്ന്, എല്ലാം പൂർത്തിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈശോയുടെ ആ കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാമോ? ഈശോ പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈശോക്ക് വല്ലാത്ത വിശ്വാസമാണ് അപ്പായിൽ. എന്താ? അപ്പ പൂർത്തിയാക്കുമെന്നുള്ള പ്രീസപ്പോസിഷനിലാണ് ഈശോ എല്ലാം പൂർത്തിയായെന്ന് വിശ്വസിക്കണത്. പ്രത്യാശയാണ് ഈശോ വിശ്വാസമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്ത് തൂങ്ങിച്ചത്തല്ലേ, ഒരുത്തൻ തടി തപ്പിയെന്ന് പറയാം. അവിടുന്ന് എല്ലാ അണ്ണന്മാരൊക്കെ മർക്കോസൊക്കെ തുണിയൊക്കെ ഉരിഞ്ഞാൽ ഓടിക്കളാന്നിരിക്കണം. ഒരു പിടിയും കിട്ടിയില്ല. ഈ രാജ്യത്ത് പോലും കാണത്തില്ല ആ മനുഷ്യനെ. യവനെ തിരിച്ചു വിളിച്ച് കർത്താവ് സുവിശേഷം എഴുതിക്കും ആദ്യത്തെ. മനസ്സിലായില്ലേ?
നിങ്ങളത് മനസ്സിലാക്കണം. ഒരു ട്രാജഡി കണ്ടുവന്ന് എല്ലാം തീർന്നെന്ന് പറയത്തില്ല. എല്ലാം എന്ത് ട്രാജഡിയിലാണ് നിൽക്കണമെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വീട് ജപ്റ്റ് ചെയ്ത് പോയെന്ന് തന്നെ വിചാരിച്ചോ, പക്ഷേ നിങ്ങൾ പറയണം ഞാൻ പുതിയ വീട്ടിൽ താമസിക്കും. എന്താ കാര്യം? എൻ്റെ പിതാവ് എനിക്കത് ക്രമീകരിച്ച് തരും. കാര്യം ഇത് എപ്പോഴും ട്രാജഡി വന്ന മാക്സിമം ട്രാജഡിയിലാണ് ഈശോ പറയണത്. എന്താണ്? 19:30 എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായെന്ന് പറയണത് എല്ലാം പൂർത്തിയാക്കുന്നവനിലുള്ള ആഴമായ വിശ്വാസത്തിലാണ്. എന്നിട്ട് അവൻ പറഞ്ഞാണ്, അവനെന്ത് ചെയ്ത്? അത് പറഞ്ഞിട്ട് അവൻ തല ചായ്ച്ചു, തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. സമർപ്പിക്കണ ആരിലാണ് സമർപ്പിക്കണത്? ദൈവത്തിലാണ് സമർപ്പിക്കണത്. ടോട്ടലായിട്ട് എല്ലാം കൊളാപ്സായി. എല്ലാം കൊളാപ്സാകുമ്പോഴും അവസാനത്തെ അൾട്ടിമേറ്റ് ഓപ്ഷൻ പോലെ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് എല്ലാം അലങ്കോലപ്പെട്ട് എല്ലാം ഛിന്ന ഭിന്നമായി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോഴും അവസാനം ഈശോ എല്ലാം കൂടി സ്വരുക്കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ തിരുസ്ഥേനയിൽ സമർപ്പിക്കും. ആ വാക്കുകളെല്ലാം ഭയങ്കര ഇടിവെട്ട് വാക്കുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഭൂമിയിൽ ഒരു മനുഷ്യാവതാരത്തിന് ചെയ്യാവുന്ന മാക്സിമം വിശ്വാസമാണ്. ഈശോ പണ്ട് പറയുമായിരുന്നേ, നിങ്ങൾ ഈ കുർബാനയെക്കുറിച്ച് സ്ഥാപിച്ചപ്പോൾ ഈശോ പറയാറുണ്ട്, 6:32 വായിച്ചേ. ശ്രുതികട്ടെ 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:32. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. അതായത് നടന്ന ഒരു കാര്യമാണ്. അതിനെ അതായത് അതിൻ്റെ പോസ്റ്റ് റിപ്പോർട്ടിങ് നടക്കുമ്പോൾ പിതാവായ ദൈവമാണ് മന്ന അപ്പം കൊടുത്തത്. പണ്ട് സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അപ്പം കൊടുത്തത്. എന്നിട്ട് അത് മോശ തന്നതാണെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നിട്ട് ഈശോ പറയും, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് അപ്പം തന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ട്വിസ്റ്റ് ചെയ്തിട്ട് പറയും, എൻ്റെ പിതാവാണ് യഥാർത്ഥത്തിലുള്ള അപ്പം തരുന്നതെന്ന് പറയും. തരുന്നത് എന്ന് വെച്ചാൽ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാൽ അത് ആ വചനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കിട്ടുന്ന വചനം എന്താണ്? എല്ലാം ഒന്നും പൂർത്തിയായില്ലെങ്കിലും എൻ്റെ പിതാവ് എല്ലാം പൂർത്തിയാക്കും. ഈ വിശ്വാസത്തിൻ്റെ ഒരു ബയോളജി അതാണ്. വിശ്വാസത്തിൻ്റെ ഒരു ജീവശാസ്ത്രം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് വേണേൽ കെമിസ്ട്രി എന്ന് വിളിക്കാം. വിശ്വാസത്തിൻ്റെ ഒരു കെമിസ്ട്രി അതാണ്. അതായത് ഒന്നും പൂർത്തിയാകുന്നില്ല, അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് പിതാവിനെ കക്ഷി ചേർക്കും. കക്ഷി ചേർത്തിട്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നിൻ്റെ ജീവിത അവസ്ഥകൾ, നിന്നെ ബലഹീനമാക്കുന്ന ജീവിത അവസ്ഥകളിലേക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കക്ഷി ചേർത്തുകൊണ്ട് നീ ശക്തനാവിനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കുന്നതാണ് മേജർ. ഇപ്പോൾ സിസ്റ്റർ ഡെയ്സി ജോസഫിൻ്റെ സാക്ഷ്യം ആ വഴിക്ക് പോണതാണ്. സിസ്റ്റർ ഡെയ്സി ജോസഫ് ഒരു സൈക്കോളജിസ്റ്റാണ്, സൈക്കോ കൗൺസിലിംഗ് ആണ്. അതായത് അവർ സൈക്കാട്രിയും കൗൺസിലിംഗും ഉള്ള ഡോക്ടറാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയണത്, അവർ പറയണ ഇതാണ്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു നല്ല സാക്ഷിയായി മാറണം. കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി അതിങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ ഇവിടെ വന്നിട്ടില്ല, സിസ്റ്റർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ ഷുഗറിൻ്റെ ടെസ്റ്റിന് വേണ്ടി സിസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴാണ് സിസ്റ്ററിന് മനസ്സിലാകണത് അവരുടെ ഉദരത്തിലൊരു മുഴ വളർന്നു നിൽപ്പുണ്ടെന്ന്. അപ്പോഴത് കേട്ടവിടെ ഇവർക്ക് ആദ്യത്തിന് ഭീതിയെങ്കിലും പെട്ടെന്ന് ഇവർക്ക് ദൈവികമായ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് ഇവരെന്നാ ചെയ്യും? ഇവർക്കിവിടെ വരാൻ പറ്റത്തില്ല. അവർക്ക് നല്ല ഹൈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന കാരണം വയനാടാണ്, വരാൻ പറ്റണില്ല. അവർ കൊച്ചിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയും, ഒരു ചേച്ചീനെ വിളിച്ച് പറയും, എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരങ്ങനെ തന്നെ, അവരുമാണെങ്കിൽ കൃപാസനത്തിൽ വരാൻ വേണ്ടി കൊതിച്ചിരുന്ന ആളാണ്. ഒരു ഗത്രു കിട്ടാൻ കൊണ്ട് നിൽക്കുകയായിരുന്നു. സിസ്റ്ററിങ്ങനെ ഒരു ഉന്ത് കിട്ടിയപ്പോൾ അവർ വന്നെടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നേർച്ച വസ്തുക്കൾ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു സിസ്റ്റർ, ഞാൻ എല്ലാ സിസ്റ്ററിന് വേണ്ടി ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതെങ്ങനെ അവിടെ എത്തിക്കേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിനെ വേറെ ഒരു സിസ്റ്ററിൻ്റെ ഒരു റിലേഷനുള്ളവർ അവരെടുത്ത ഉടമ്പടി കാശ്
അവർ ആ ചേട്ടൻ സർക്കാർ ജോലി അന്ന് പോകാതെ ലീവ് എടുത്തിട്ട് 1.5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഈ സിസ്റ്ററിന് കൊണ്ടേ കൊടുക്കും ഉടമ്പടി കാശുരുവോ മറ്റു നേർച്ച വസ്തുക്കളെല്ലാം. ഇവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ ഈ കൊച്ചിയിലെ ചേച്ചി എങ്ങനെയാണ് വയനാട്ടിൽ വന്ന് കൊടുക്കേണ്ടത്, കുറേ കാശ് ചിലവുണ്ടല്ലോ, അവർ എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അവർക്ക് സിസ്റ്ററിന് മാതാവ് തന്നെ അത് എത്തിച്ച് കൊടുക്കും. എന്നിട്ട് ഇവർ ഇതും പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോകും. സ്കാൻ ചെയ്യാൻ പോകുന്ന ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞെട്ടിപ്പോകും. കാര്യം വെച്ചാൽ അവരിവിടെ വന്നിട്ടില്ല. അവർക്കുള്ളത് എന്താണ്? അവർക്ക് വിശ്വാസമാണ് ഉള്ളത്, സ്നേഹത്തോടെയുള്ള വിശ്വാസമാണ്. പക്ഷെ അവരതിനകത്ത് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ മനസ്സുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ആളാണ്. അതാണ് ഈ മനസ്സുകൊണ്ട് ഉടമ്പടി ചെയ്തിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ഉടമ്പടിയിലുള്ള അതിൻ്റെ അന്തസത്ത, ആധ്യാത്മിക അന്തസത്ത എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണമല്ലോ. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് അപ്പായുമായിട്ട് നല്ല ബന്ധമാണ്, എൻ്റെ ജീവിതം തന്നെ ഞാൻ ഉടമ്പടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മരിയൻ ഉടമ്പടി ചെയ്യാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ ഒരു അവസ്ഥ കിട്ടി അമ്മയ്ക്ക് ഒരു ചെയ്താൽ മാത്രം പോരാ, അമ്മയുടെ ഒരു സാക്ഷിയായിട്ട് മാറണമെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വൈക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇതാണല്ലോ ഉടമ്പടിയുടെ അന്തസത്ത. അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളോർക്കും അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനെ ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഇഫക്റ്റ് സംഭവിക്കുന്ന തൃത്വൈക ദൈവത്തിൻ്റെ സന്തതമായ സാന്നിധ്യമാണ്. എന്നാൽ തൃത്വൈക ദൈവം സാന്നിധ്യം മാത്രമല്ല, ഒരു ഇന്നാക്റ്റീവ് പ്രസൻസ് അല്ല. അതാണ് ഉടമ്പടി വരുന്നത്. പലപ്പോഴും ദൈവം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് അവെയർ ആകാത്ത കാരണം നമുക്ക് ഇന്നാക്റ്റീവ് പ്രസൻസാണ് വരണത്. ഇത് വലിയൊരു മോശം കാര്യമാണ്. കാര്യം എല്ലാ വിശ്വാസികൾക്കും സംഭവിക്കുന്ന ആധ്യാത്മിക ദുരന്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം വസിക്കുന്നുണ്ട്, പക്ഷേ വി ആർ നോട്ട് അവെയർ ഇറ്റ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അവബോധമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്രസൻസ് ഇന്നാക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യണത്. സിസ്റ്റർ അങ്ങനെയല്ല, സിസ്റ്ററിൻ്റെ ആക്റ്റീവ് പ്രസൻസാണ്. കാര്യം എന്താണ്? അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് അവർ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഉടമ്പടി കാശുരുമ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ഒരു കയ്യിൽ കൃപാസനം പത്രം, ഒരു കയ്യിൽ കൃപാസനം കാശുരൂപവും ഇതൊക്കെ പിടിച്ചാണ് ഈ ഡോക്ടർ സിസ്റ്റർ സ്കാനിങ് റൂമിലേക്ക് കയറണത്. അവിടെ അപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു, 84 വയസ്സുള്ള അപ്പം പറഞ്ഞ, മകളെ നിൻ്റെ പേരിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അപ്പനും ഉടമ്പടി ഇവിടെ വന്ന് ചെയ്തിട്ടില്ല, പക്ഷേ ആ വീട് സമേതം എപ്പോഴും ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ഉടമ്പടി ധ്യാനം കൂടി അതുപോലെ തന്നെ ഉടമ്പടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷേ ഉടമ്പടിയിൽ അവർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യർക്ക് മാതാവ് ഉടമ്പടിയിൽ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉടമ്പടി ചെയ്ത പോലെ തന്നെ ഇഫക്റ്റുകൾ സാന്നിധ്യം വരുന്നുണ്ട്. അവരെപ്പോഴെങ്കിലും കാലത്ത് അവിടെ വരും ഇവിടെ, പക്ഷെ വരുന്നവരെ ദൈവം അവരെ നിലനിർത്തി കൊടുക്കും. അപ്പോൾ അപ്പം പറയുക, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃപാസന അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കുഴപ്പം വരത്തില്ലെന്ന്. കാര്യം അപ്പോൾ 84 വയസ്സുള്ള അപ്പനാണ് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതായത് എന്നിട്ട് ഈ കാശ് രൂപ ഉടമ്പടി കൃപാസന പത്രം മേടിച്ചുകൊണ്ട് ഇവർ സ്കാൻ റൂമിലേക്ക് ചെന്നിട്ട് ഇത് കാശിനെ പിടിച്ചുകൊണ്ട് തന്നെ അവർ സ്കാൻ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട ആ മുഴയില്ലേ, വലിയ മുഴ, ഈ സംഭവം സിസ്റ്റാണതേ. അതിൻ്റെ വേദന അവർ 10-25 കൊല്ലമായിട്ട് അനുഭവിക്കുകയാണ്. ഇപ്പം വേദന കൂടിയതാണെന്നിപ്പോൾ. നേരത്തെ ഈ വേദന ഉണ്ടവർക്കേ, അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പോകും. ഇപ്പം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വരെ പാരസെറ്റമോളെ കഴിച്ചുകൊണ്ട് വേദന ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കത്തില്ലേ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പം അമ്മയുടെ സാക്ഷ്യം പറയണമെന്ന് അവർ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ദിസ് ഈസ് എ തിങ്, യു ആർ സഫറിങ് ഫ്രം സച്ച് ആൻഡ് സച്ച് ഡിസീസസ്. അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറയും. ഡയഗ്നോസിസ് ഷുഗറിനെ ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം തിരിഞ്ഞു കിട്ടിയത്. എന്നിട്ട് ഈ സാധനം, ഈ സിസ്റ്റ് ഹൈ ഓപ്പറേഷൻ വേണ്ട സംഭവമാണ്, മേജർ ഓപ്പറേഷൻ വേണ്ടതാണിത്. എന്നിട്ട് ഈ സംഭവം നിർത്തിക്കൊണ്ട് തന്നെ മായിച്ച് കളഞ്ഞ ദൈവം. മേജർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സിസ്റ്റർ പറയും, ഇല്ല എനിക്ക് ഓപ്പറേഷൻ വേണ്ട സിസ്റ്ററെ. അപ്പോൾ ഇനി ഓപ്പറേഷന് കാണാം അല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരത്തെ വിട്ടതാണ്. പക്ഷേ ഇവർ ചിരിച്ചുകൊണ്ട് ഡോക്ടറിനോട് പറയും, ഡോക്ടറെ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല, അമ്മ എന്നെ ഏറ്റെടുത്തോളാം എന്ന് പറയും.
ഈ സിസ്റ്റം കേൾക്കുമ്പോൾ, നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ തിരിച്ചു പറയാൻ കഴിയണം. എന്നാൽ ശരി ഡോക്ടറെ, ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ ചെയ്യും, അതാണ് നിശ്ചയിച്ചേക്കാൻ വന്നേക്കാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയണമല്ല ആൾക്കാർ ചെയ്യണം. ഇതങ്ങനെയല്ല. സിസ്റ്റർ പറയും ഞാൻ വരത്തില്ല, അമ്മ ഇത് ഏറ്റെടുക്കും, കൃപാസന അമ്മ ഇത് ഏറ്റെടുക്കുമെന്ന് പറയും. എന്നിട്ടാണ് ഇവർ ഈ കാശുരം പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഈ 25 കൊല്ലം ഉണ്ടായ സാധനം അതിനെ കാണാനില്ല. അതാണ് ഈ വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്, മേജർ ഡ്യൂട്ടി. ഞാൻ എപ്പോഴും പറയും 25 കൊല്ലം പഴക്കമുള്ള രോഗമാണ്, ഇത് മേജർ ഡ്യൂട്ടി അല്ലേ, മേജർ ഡ്യൂട്ടി എന്ന് പറയും ഉടമ്പടി ഭാഷയിൽ. അതെന്താണ്? അത് ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ. പക്ഷേ ഈ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ശക്തനാകണം അല്ലേ? ദൈവം ശക്തനാണ്, പക്ഷെ നമുക്ക് വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ്. അവിടെയാണ് നമ്മുടെ പ്രോബ്ലം. ദൈവം ശക്തനാണ്, പക്ഷേ ആർക്കാണിത് ഫീൽ ചെയ്യണത്? ആർക്കാണ് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. എങ്ങനെയാണ് വരണത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു. അതിനെ കൂടെ കൂട്ടി വായിക്കേണ്ട സംഭവമാണത്. ലൂക്ക 1:48 വായിച്ചേ. ശ്രുതികട്ടെ. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:48 തിരിച്ചു വായിച്ചു, കൂടുതൽ വായിച്ചു അങ്ങോട്ട്. മറിയം പറഞ്ഞു, ലൂക്ക 1:46 മുതൽ, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ശക്തൻ്റെ വലിയ കാര്യങ്ങളാണ് ഉടമ്പടിയിലെ മേജർ മിറക്കിൾസ്. പക്ഷേ ഇത് എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. അതാണ് സംഭവം. അതായത് നമ്മുടെ എളിമ അല്ലേ, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, വാശി, വൈരാഗ്യം, മത്സരം, ഈ ജഡിക സംഭവങ്ങളെല്ലാം ഉടമ്പടിയിൽ ഉടച്ചു വാർക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ശക്തി, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രകടമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരു മാനസിക ആത്മീയ അവസ്ഥ നമ്മൾ പുനഃക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് ഉടമ്പടി അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറയത്തില്ലേ? അതിൻ്റെ ഉദ്ദേശം കത്തോലിക്കരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ നിങ്ങളുടെ കുമ്പസാരം പോലെ ലൈറ്റ് കുമ്പസാരമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എളിമപ്പെടുത്തുന്ന ഒരു നടപടിക്രമമായിട്ട് നിങ്ങളുടെ കൺഫെഷൻ ഏറ്റുപറച്ചിൽ വരണം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാത്ത വ്യക്തികളുണ്ടാകാം. ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കുഴപ്പം, അവരുടെ കയ്യിലാണ് കുഴപ്പമെന്ന് കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭർത്താവിനോട് പറയാൻ പറ്റും, പക്ഷെ കർത്താവ് ചില സാധനം ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:23 മത്തായി 5:21 വായിച്ചേ. ശ്രുതികട്ടെ. ആരാധന. മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നീ ബലിപീഠത്തിലെ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അത് വിഷയം. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണത്. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പരിഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യണം. മറിച്ച് ആരെങ്കിലും നിങ്ങളുമായിട്ട് നിരപ്പാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസിലേക്ക് പോകണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും, അച്ഛാ അടുത്ത ആഴ്ച ഡൈവേഴ്സിൻ്റെ അദാലത്ത് വിചാരണ, ലാസ്റ്റ് കുടുംബ കോടതി കണ്ടൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് വേണ്ടെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നീ വല്ല കഥയുണ്ടാ? നീ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് വേണ്ടെന്ന്. ഇത് കുദാശ്രിത ബന്ധമല്ലേ? നീ ദൈവത്തോട് ചോദിച്ചാൽ നിന്നെ യോജിപ്പിച്ച ആളാണെന്ന്. നിന്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമില്ലേ? അത് നിൻ്റെ ഭർത്താവിന് അന്യബന്ധമാണെങ്കിലും ശരി,
അവന് ഇപ്പോഴുള്ള സ്വഭാവം നിനക്ക് പിടിക്കാത്തതാണെങ്കിലും അത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് ചേഞ്ച് ചെയ്യാൻ നിന്റെ ദൈവത്തിന് കരുത്തുണ്ടെന്നും അവൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കാത്തോളം കാലം നിന്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മാക്സിമം എളിമപ്പെട്ടുകൊണ്ട് മാക്സിമം എളിമപ്പെട്ടുകൊണ്ട് ശക്തനായ ദൈവത്തിന്റെ ശക്തി എന്നില് പൂർണ്ണ തോതില് പ്രവർത്തിക്കാൻ എന്റെ നിലപാടിനെ, എന്റെ സമീപനങ്ങളെ അങ്ങ് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.